ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മളെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഞാൻ ഇന്നലെ വരുന്ന സമയത്ത് വർക്ക് കഴിഞ്ഞ സമയത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീൻ. അങ്ങനെ അത് ഞാൻ ഇന്നലെ തന്നെ വന്ന ഉടനെ ഫ്രീസറിൽ വെച്ചു. അങ്ങനെ ഇന്ന് രാവിലെ ആയ സമയത്ത് നമ്മളത് ഫ്രിഡ്ജിൽ നിന്ന് പുറമെ എടുത്തു. നമ്മൾ നന്നായിട്ട് ഫ്രീസായി നിൽക്കുന്നുണ്ടായിരുന്നു മീൻ കേട്ടോ. അങ്ങനെ അതെടുത്ത് നമ്മൾ ഒരു ചട്ടിയിലേക്ക് ഇടാൻ പോവുകയാണേ. അങ്ങനെ അതെടുത്ത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, അത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അമ്മ വെള്ളം എടുക്കുകയാണ്. വെള്ളം എടുത്തിട്ട് ബാക്കി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കുറച്ചധികം സമയം അത് ഫ്രീ ആയി കിട്ടാനുള്ള എത്രയും സമയം നമ്മളത് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് അത് വെട്ടി നമ്മൾ അങ്ങനെ തലേൻ്റെ ഭാഗമൊന്നും നമ്മൾ അങ്ങനെ പോക്കില്ല. അതിൻ്റെ ചെളുക്ക എന്ന് പറഞ്ഞ ഭാഗം മാത്രമേ നമ്മൾ പോക്കുന്നുള്ളൂ. ഇത് ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനോ ഫുള്ളായിട്ട് വെച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നന്നായിട്ട് നമ്മൾ കഴുകുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വൃത്തിയാക്കി എടുത്തു. അങ്ങനെ നമ്മൾ ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 ചുള വെളുത്തുള്ളി, കറിവേപ്പില നമ്മൾ നാടൻ കറിവേപ്പില തന്നെയാണ് കേട്ടോ. അതെല്ലാം കൂടി അമ്മിക്കല്ലിലിട്ടിട്ട്, അമ്മിക്കല്ലിലല്ല മറ്റേ ചെറിയ ഉരളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് ചതച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുത്തി ചതച്ചെടുക്കുകയാണ്. ഇനി ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് അമ്മ ചതയ്ക്കുന്നുണ്ട്. നന്നായിട്ട് കുത്തി ചതച്ചെടുത്തതിന് ശേഷം നമുക്കത് ഒരു മസാല കുഴയ്ക്കാനുള്ള പ്ലേറ്റിലേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ ഈ 2 വലിയ മീനിലേക്ക് ആവശ്യമുള്ള മസാല, അതായത് 2 ടീസ്പൂൺ മുളക് പൊടി, അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൂടാതെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പൊടിച്ച കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനുശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ മസാല. അമ്മ നന്നായിട്ട് മസാല മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീനെടുത്തിട്ട് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് വരഞ്ഞ് കൊടുത്താലേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല കയറി കിട്ടും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരു മീൻ വരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത മീൻ കൂടി വരഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഇത് മീൻ രണ്ടും വരഞ്ഞതിന് ശേഷം കാണാം കേട്ടോ. 2 മീനിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ആ റെഡിയാക്കി വെച്ച മസാല നന്നായിട്ട് ആ ഒരു ഗ്യാപ്പിലേക്കൊക്കെ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ നന്നായിട്ട് എത്തുന്ന വിധത്തിൽ തന്നെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം, മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂറോളം നമ്മൾ എന്തായാലും വെക്കണം. ആ ഒരു 1/2 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ റെസ്റ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് നമ്മൾ കൊപ്ര കൊടുത്ത് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. ആ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കറിവേപ്പില നമ്മൾ നാടൻ തന്നെയാണ്, ഇവിടെ ഉണ്ടായതാണ് നമ്മളെ വീട്ടിൽ. അതിട്ട് കൊടുത്തു. അങ്ങനെ നല്ല തീയിൽ ചൂടായതിന് ശേഷം, വെളിച്ചെണ്ണ വെച്ച് ചൂടായതിന് ശേഷം മീനിട്ട് കൊടുക്കുന്നുണ്ട്. 2 മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ തീ കുറച്ച് വെക്കണം. അതിന് ശേഷം 2 മീനും ഇട്ടതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് വേവിക്കേണ്ടത്. അതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്യണം, അതേ ഇതിൽ വേവിക്കണം. 15 മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്.
ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അത് എന്താ വെച്ചാൽ നമുക്ക് പൊട്ടാതെ തിരിച്ചിടുന്ന സമയത്ത് പൊട്ടാൻ സാധ്യത കൂടുതലാണല്ലോ. അതുകൊണ്ട് പൊട്ടാതെ വിധത്തിൽ തിരിച്ചിടാൻ വേണ്ടിയിട്ട് വളരെ നമുക്ക് വലിയ മീനും കൂടി ആയതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ അടിയിൽ കറിവേപ്പില ഇട്ടതിനെ കൊണ്ട് ഒരു പരിധി വരെ നമുക്കത് പൊട്ടുന്നതില്ലാണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അതേമാതിരി തന്നെ ഒരു 15 to 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു 20 മിനിറ്റ് എന്തായാലും നമുക്ക് ആ ഒരു ലോ അങ്ങനെ 15-20 മിനിറ്റോളം തിരിച്ചിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ തീ ഓഫാക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് അത്തുവിനോട് ചോദിക്കുക. അത്തുവിന് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ വളരെ നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്.